ഒന്ന് നിന്നേ. അയാളെവിടെ? നിന്റെ ഗുരു അവിടെ എങ്ങാനും കാണും. അയാൾക്ക് എന്നെ കാണുമ്പോ വല്ലാത്തൊരു നോട്ടം ഭാവമൊക്കെ ഉണ്ട്. നോട്ടം മാത്രമേ ഉള്ളൂ അതോ? എങ്കിലും അയാള് വിവരം അറിയും. നീ ഇവിടെ പണിക്ക് വന്ന ചെക്കനാണോ? അല്ല, നമ്പൂരി അദ്ദേഹം പറഞ്ഞുകൊണ്ട് സഹായത്തിന് വന്നതാ. ഇനി എന്തെങ്കിലും അറിയണോ മാഡത്തിന്? ഓ വേണ്ട, പൊക്കോ നീ. ഒന്നിൽക്ക. കുറച്ചു ദിവസത്തെ കർമ്മങ്ങൾക്കായി എത്തിയ നമുക്കിപ്പോ ഒരായുസ് മുഴുവനും ചെയ്താലും മതി വരില്ല എന്നായിരിക്കണു. ഉണ്ണിമായ്ക്ക് മനസ്സിലാവണ്ടോ? എന്റെ പ്രീതി നേടിയിച്ചാൽ ഇയാൾക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. കവടി അങ്ങോട്ട് നിർത്തിയിട്ട് നിന്നെ ഈ തറവാട്ടിൽ നിർത്തിയ ദോഷാണെന്ന് നാം പറയാം. അപ്പോ സ്വന്തം തറവാട്ടിലേക്ക് അങ്ങോട്ട് വിടും. നാം അവിടെ വന്ന് രഹസ്യമായിട്ട് ഒരു പുടവ തരികയും ചെയ്യാം. ഇല്ലാച്ചാൽ വിധവയുടെ ദോഷങ്ങളൊക്കെ അറിയാലോ അല്ലേ? വിധവ അണിഞ്ഞൊരുങ്ങാനേ പാടില്ല. ഇങ്ങനൊരു ചോദ്യം എന്നോട് തന്നെ ചോദിക്കാൻ ഈ കുട്ടിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാ ഞാൻ കേട്ടിട്ടില്ല. ഏ സ്വാമി, എനിക്ക് ഈ പൂജയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ എന്റെ ഭാര്യ ശ്രീകുട്ടിക്ക് ഭയങ്കര വിശ്വാസ. അല്ല, സ്വാമിക്ക് ഇത് ബുദ്ധിമുട്ടായോ? സ്വാമിക്ക് ഇതൊന്നൊരു ബുദ്ധിമുട്ടല്ല. പിന്നെ സ്വാമിയെ ബുദ്ധിമുട്ടിക്കുന്നവരെ സ്വാമി ബുദ്ധിമുട്ടിക്കും. അല്ല, കഴിക്കാത്ത ആളാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഒന്നൊരു ബുദ്ധിമുട്ടല്ല സ്വാമിക്ക്. കണ്ടപ്പോ തോന്നിയിരുന്നേ. അല്ല, ഇവൻ ഇതൊക്കെ അതെ, ഇവൻ ചെറുപ്പമല്ലേ, നമ്മളിങ്ങനെ ഒക്കെ അവനറിയാം. നമ്മളൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്നവരല്ലേ. സ്വാമി, നമുക്ക് വെളുക്കുന്നവരെ സംസാരിക്കാം. അതാണ് അതിന്റെ രീതി. ഈ ചേട്ടനെ കൊണ്ട് തോറ്റു. ഹരിയേട്ടാ, ഹരിയേട്ടാ ഒന്നിങ്ങ് വന്നേ. ഹരിയേട്ടൻ വന്നേ. നീ പോയിക്കോ, ഞാൻ വരാം. മതീന്ന്. സ്വാമി, ശ്രീകുട്ടി വിളിക്കുന്നു, ഞാൻ പോയിട്ട്. നടക്ക് ശ്രീകുട്ടി. നാട്ടിൽ വരുമ്പോഴല്ലേ ഇതൊക്കെ. പിന്നെ സ്വാമിയെ കണ്ടുകൊണ്ട് കൽക്കട്ടയിൽ നിന്ന് പോന്നപ്പോ ഞാൻ പറഞ്ഞല്ലേ, പിന്നെയും തുടങ്ങിയോ? നീ എന്താ നോക്കിയിരിക്കുന്നത്? കുപ്പിയെടുത്ത് ഒഴിക്കടാ. ഇപ്പൊ ഇവിടെ ആരും ചെടി നീ
വേണോ ഇത്? ഉം. ഉണ്ണിമായേ എവിടെയാ കുട്ടി? ഉണ്ണിമായേ അമ്മായി ചോദിച്ചിരുന്നു ഹരിയേട്ടനെ. എന്തേ? ഗുരുവായൂർക്ക് പോവാന്ന് പറഞ്ഞത് എന്തായെന്ന് ചോദിച്ചു. ആ 2 ദിവസം കഴിയട്ടെ, എനിക്കിവിടെ 1-2 പേരെ കാണാനുണ്ട്. ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി, ധൃതിയൊന്നുമില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞൂടാ അമ്മായി. ഉം. അറിയില്ല മേലെടുത്ത് ഭാസ്കരേട്ടനെ? ആ അയാളുടെ മകൻ ഒരാൾ കൽക്കട്ടയിലുണ്ട്, ആഹാ. ഡോക്ടർ സഹദേവൻ. ആ എനിക്കറിയാം. അയാൾക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോളുണ്ട്. അവൾക്കൊരു വിവാഹാലോചന. ഗുരുവായൂർന്നേ. അത് നന്നായി. ചെറുക്കൻ ഗൾഫിലാണെന്നാ പറഞ്ഞത്. ആ നാട്ടിൽ വരുമ്പോ അതൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. പോയില്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും വിളി. ഗുരുവായൂർ വരെ പോണതല്ലേ, ഒന്ന് തൊഴുതിട്ട് വരാന്ന് ഞാനാ പറഞ്ഞത്. അതേതായാലും നന്നായി. എന്താ അമ്മായിക്ക് വരണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ പോവാം. ആ, ഇവിടുത്തെ അദ്ദേഹം ഒരിക്കൽ പോണെന്ന് പറഞ്ഞിരുന്നു. എല്ലാരും കൂടെ ആയി ബുദ്ധിമുട്ടാവോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഗുരുവായൂർ വരെ കാറ് വെറുതെ ഓടല്ലേ. അമ്മായി പറഞ്ഞോളൂ, നമുക്കെല്ലാവർക്കും ഒന്നിച്ചങ്ങ് പോവാന്നേ. ശോ, പെട്ടെന്നായല്ലോ. എന്നാലും സാരല്ല, പണികൾ ഒരുപാടുണ്ടേ. അതൊക്കെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കട്ടെ കേട്ടോ. ആ തേച്ച് കഴിഞ്ഞ മുണ്ടും എടുത്തോളൂ. ആ ആ. ഉണ്ണിമായേ, പുലർച്ചെ ഞങ്ങള് ഗുരുവായൂർക്ക് പോട്ടോ. സന്ധ്യക്ക് മുമ്പ് എത്തും. മോളിൽ ഉണക്കത്തേങ്ങ കിടപ്പുണ്ട്, അത് പൊളിക്കാൻ ആള് വരും. അതൊന്ന് താഴേക്ക് ഇട്ട് കൊടുക്കണം. ആ ദേവനെ വിളിച്ചോളൂ സഹായത്തിന്, വേണച്ച. ഓ, ഇതൊക്കെ ഒന്ന് നന്നാക്കി കിട്ടിയാൽ മതിയായിരുന്നു. എന്നാലെങ്കിലും നടത്തത്തിനൊരു അറുതി കിട്ടുള്ളൂ. മനക്കല് വന്നതിന് ശേഷം തടിച്ചൊന്ന് ഉഷാറായിട്ടുണ്ട്. ഇപ്പൊ ആര് കണ്ടാലും മനക്കല് കുട്ടിയാന്ന് തന്നെ പറയും.